ഒരു 2-3 ആഴ്ച മുമ്പ് എനിക്കൊരു പല്ലുവേദന വന്നിട്ട് ഞാൻ റൂട്ട് കനാൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ചെക്കപ്പിന് എല്ലാം വേണ്ടി പറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും ഒക്കെ അങ്ങോട്ട് പോയി. വൈകുന്നേരം ആണെങ്കിൽ ഒടുക്കത്തെ വെയിലും വല്ലാതെ ബ്ലോക്കും ആയിരുന്നു കേട്ടോ റോഡ് മൊത്തം. ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്നപ്പോൾ എനിക്കൊന്നും ചെയ്യില്ലല്ലോ. എനിക്ക് ബോർഡ് അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സ്നാപ്ചാറ്റൊക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വൈകുന്നേരം പുറത്തിറങ്ങി കഴിഞ്ഞ് നമുക്ക് വിശക്കില്ല. അങ്ങനെ നമ്മളൊരു കുഞ്ഞ് കടയിൽ കയറി കേട്ടോ, ഒരു കുഞ്ഞ് ബർഗർ കഴിച്ച്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് എനിക്ക് കണ്ണാടി കൂട്ടി നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ വീണ്ടും എന്നെ മാടി മാടി വിളിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഈ കടയിൽ പറഞ്ഞപ്പോൾ ഇക്ക പിന്നെ ഒരു ചിക്കൻ റോളല്ല, ഒരു ചിക്കൻ ബോളും കൂടെ എടുത്തോണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചിക്കൻ റോളിൻ്റെ ഒരു അനിയനായിട്ടൊക്കെ വരും. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ വെള്ളം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ന് എന്നെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു കപ്പിൾ ഇങ്ങനെ ബൈക്കിൽ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആഗ്രഹം, ഞങ്ങൾ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കണോ. അങ്ങനെ പിന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് എന്തായാലും നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടാ. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ വീണ്ടും ബ്ലോക്ക് ആയിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ, ഓണത്തിന്റെ തിരക്കായിരിക്കും. പിന്നെ ഇതിലെ കൂടെ എഴിഞ്ഞു നൂന്ന് കയറിയൊക്കെ ഇങ്ങ് വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരുന്ന ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും പല്ലിന് ക്യാപ്പ് ഇടണം, അങ്ങനെ കുറേ പരിപാടി എൻ്റെ പല്ലിനുണ്ട്. പോട്ടെ, അതൊക്കെ ഇനി എന്തായാലും ഭാവിയിൽ ചെയ്യണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ദേണ്ടടാ വീണ്ടും ബ്ലോക്ക്. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് മൂട് നനച്ചപ്പോഴത്തേക്ക് പിന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്ന് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലോക്ക്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ഒന്ന് കയറി എന്തായാലും വീടെത്തി. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, അടുത്ത വീഡിയോ കാണാം.